സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ ഇന്നിപ്പോൾ മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ തന്നെയും താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഭിമുഖം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള ഡീൽ എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയാണോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ നടന്നത് ശ്രീ സന്ദീപ് വാര്യർ? ശ്രീ നികേഷ്, ഇവിടെ ഇടയ്ക്കൊരു വൈദ്യുതി തടസ്സം നേരിട്ടു. കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഓഡിയോ കേൾക്കാലോ. ഒരു വൈദ്യുതി തടസ്സമുണ്ട് എൻ്റെ ഓക്കെ. നോക്കൂ, ഇവിടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് അവർക്ക് നേരെ തുടർച്ചയായിട്ടുള്ള വലിയ തോതിലുള്ള ആക്രമണം, അവരെ മാനസികമായും അവരെ പൊളിറ്റിക്കലിയും തകർക്കുന്ന രീതിയിൽ ഒരു വലിയ തരത്തിലുള്ള ആക്രമണം ശരിയല്ലോ അല്ലേ? ഓക്കെ, ഏതൊരു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അത് ഈ നന്ദകുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് നടന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ അവർക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണത്തിന്റെ പുറകിൽ പ്രവർത്തിച്ച ചില ആളുകളെ എക്സ്പോസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തിയിട്ടുള്ള ഒരു പ്രതികരണമാണിത്. വാസ്തവത്തിൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നിരവധിയായിട്ടുള്ള നേതാക്കന്മാരെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് BJPയുടെ ഭാഗത്ത് നിന്ന് നിരവധി ആളുകളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അവരിങ്ങോട്ട് വന്നിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ടും പോയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരുകൾ പുറത്തു പറയുക എന്നുള്ളത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പേരുകളും തുറന്നു പറയാത്തത്. ഇവിടെ കോൺഗ്രസിന്റെ ആളുകളൊക്കെ ഇപ്പോൾ ഇരുന്നിട്ട് വലിയ തോതിൽ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടല്ലോ. കോൺഗ്രസിന്റെയൊക്കെ നിരവധി നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരാളുടെയും പേര് പുറത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അന്ന് ഞങ്ങളുടെ എത്തിക്സിനെ ബാധിക്കുന്ന വിഷയമാണ്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റിയെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു കാര്യവും തുറന്നു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനെതിരെ നടന്നിട്ടുള്ള ഹീനമായിട്ടുള്ള ആക്രമണം ഉണ്ടായി. അതിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് അവർ പ്രകടിപ്പിച്ചത്. അതിന് പുറകിൽ പ്രവർത്തിച്ച ആളുകളെ എക്സ്പോസ് ചെയ്യുക എന്നുള്ള അവരുടെ ഒരു കർത്തവ്യമാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ TG നന്ദകുമാറിനെ ഉപയോഗിച്ച് ശോഭാ സുരേന്ദ്രനെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയ ശത്രുക്കൾ ശ്രമിച്ചു. അത് ശരിയോ തെറ്റോ എന്നുള്ളത് അവർ വിശദീകരിക്കട്ടെ. ആ നിലയിൽ ടാർണിഷ് ചെയ്യാനാണോ ശ്രമിച്ചത്, അതോ TG നന്ദകുമാർ 10 ലക്ഷം രൂപ തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് സ്ഥല ഇടപാട് നടത്താത്തത് കൊണ്ട് നടത്തിയിട്ടുള്ള റെവലേഷനാണോ? അത് അവർ വിശദീകരിക്കട്ടെ. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ? ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത്. അവർ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ ഖണ്ഡിക്കേണ്ട ഒരു തരത്തിലുള്ള കാര്യവും ഇങ്ങനെയാണോ സാധാരണഗതിയിൽ നിങ്ങൾ ആളുകളെ എടുക്കാറുള്ളത്? ഗവർണർ സ്ഥാനമൊക്കെ വാഗ്ദാനം ചെയ്തിട്ടാണോ സാധാരണഗതിയിൽ ആളുകളെ എടുക്കാറുള്ളത്? അത്തരത്തിൽ ഒരു വാഗ്ദാനവും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമേ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, ശോഭാ സുരേന്ദ്രൻ ഒരു ഡീലിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് 3 തവണ ചർച്ച നടത്തി. ഇ.പി. ജയരാജൻ ഗവർണർ സ്ഥാനം ആവശ്യപ്പെട്ടു. 95% വരെ ആ ഡീല് മുന്നോട്ട് പോയി. ഇ.പി. ജയരാജൻ മറ്റൊരാളുടെ കാര്യത്തിനകത്ത് ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് അത് സ്റ്റക്കായത് എന്ന് ഒരിക്കൽ പറയുന്നു. വേറൊരു ഘട്ടത്തിൽ പറയുന്നു ഒരു ഫോൺ വന്ന സമയത്താണ് ഇ.പി. ജയരാജൻ പിന്മാറിയത് എന്ന്. ഫോൺ വന്നതും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഗവർണർ സ്ഥാനം അത് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളാണ്. വേണമെങ്കിൽ ഞാൻ താങ്കളെ കേൾപ്പിക്കാം. ഈ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെ വലിയ വിഷയമായി തോന്നുന്നത്. നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയല്ലേ, ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ആളുകൾ ജോയിൻ ചെയ്യും. അതിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന്. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയിലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് മറ്റൊരു പാർട്ടിയിൽ പോയി ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മറ്റേ പാർട്ടിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അത്തരം ഒരു തീരുമാനം എടുക്കുന്നത്. വർഷങ്ങളായി തൻ്റെ ജീവിതം മുഴുവൻ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും എന്നാൽ ആ പ്രസ്ഥാനത്ത് നിന്ന് വളരെ കൈപ്പേറിയ ദുരനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോവുകയോ പുതിയ പാർട്ടി ഉണ്ടാക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും സന്യസിക്കാനെന്നല്ല രാഷ്ട്രീയത്തിൽ വരുന്നത്. ചില ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. ആ ആഗ്രഹങ്ങൾ സ്വാഭാവികമായിട്ട് നടത്തിക്കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഞങ്ങൾക്കുള്ളതെങ്കിൽ, അത് സാധിക്കുന്നതാണെങ്കിൽ, അദ്ദേഹം അത് അർഹിക്കുന്നതാണെങ്കിൽ, സ്വാഭാവികമായിട്ട് അങ്ങനെയുണ്ടല്ലോ, ചില നേതാക്കൾ അർഹിക്കുന്നതായിരിക്കും.
അത്തരം അർഹിക്കുന്ന പദവികൾ അവർക്ക് നൽകാൻ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. ആയിക്കോട്ടെ. അപ്പോൾ താങ്കൾ സമ്മതിക്കുന്നു ശ്രീ സന്ദീപ് വാര്യർ ഗവർണർ സ്ഥാനത്തിൽ ഇ പി ജയരാജൻ ഉന്നയിച്ചു, ശോഭാ സുരേന്ദ്രൻ ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ പറയാത്ത കാര്യം പറയാത്തതെന്ന് വെച്ചാൽ എങ്ങനെ പറ്റുക? ഇത് എന്റെ ചോദ്യത്തിന് താങ്കൾ ഈ കൃത്യമായ മറുപടി പറഞ്ഞില്ല. അല്ല ഞാൻ പറയുന്നത് ഇല്ല, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാൻ ഏത് പദവിയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അവരുടെ അർഹതയ്ക്കനുസരിച്ചുള്ള പദവികൾ കൊടുക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റു പാർട്ടികളിൽ നിന്ന് കടന്നു എനിക്ക് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലോ ആവശ്യമില്ല സന്ദീപ് വാര്യരെ. അടുത്ത ഘട്ടം ടി.ജി. അനന്തകുമാർ പറയുന്നത് ലാവലിംഗ് കേസ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് തുടങ്ങിയ കേസുകൾ പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇ പി ജയരാജനുമായി ജാവ്ദേക്കർ ചർച്ച നടത്തിയത്. പകരം തൃശ്ശൂരിൽ LDF അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന്. ആ കഥയോ? അല്ല, നന്ദകുമാർ ഒന്നും ഇതിൽ ഞങ്ങൾ വിഷയമേ അല്ല. നന്ദകുമാർ നോക്കൂ, ഇവിടെ ടി.ജി. നന്ദകുമാർ എന്ന് പറയുന്ന, നിങ്ങളിപ്പോൾ ടി.ജി. നന്ദകുമാർ എന്ന് നേരത്തെ ദല്ലാൽ നന്ദകുമാർ എന്നും വിളിച്ചിരുന്ന ആ നന്ദകുമാർ പറയുന്ന കാര്യങ്ങൾ വസ്തുതയുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നന്ദകുമാർ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യതയും BJPക്ക് ഇല്ല. Debate with MV Nikesh Kumar.